കരുതിക്കൂട്ടിയാരോ ചെയ്തത്. അത് വരുന്ന സമയവും എല്ലാം അറിഞ്ഞു വെച്ചാരോ ചെയ്തത്. അതൊക്കെ ഒരു സംശയം സാറേ. എല്ലാ ദിവസവും വിളിക്കുക, അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ ഇരുന്ന് സിഗരറ്റൊക്കെ വലിക്കുക അടിക്കുകയൊക്കെ ചെയ്യുന്നവരാ. അയാൾക്ക് കൊള്ളണ്ട അടി എന്ന് പറഞ്ഞു. എന്റെ പുറക്കെ കൂടെ ആരോ വരുന്നെന്ന് എനിക്ക് തോന്നി അടി. പിന്നെ എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞു. ഇത് അടിച്ചായിരിക്കും ആരെങ്കിലും, ഇത് ആരാന്ന് നമുക്കറിയത്തില്ല. ഈ ഓട്ടോറിക്ഷയാണ് വിക്രം ചേട്ടൻ്റെത്. ഇത് ഓടിച്ച് ഉപജീവനമാർഗം നയിച്ചിരുന്ന ഒരു സാധുവായ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ. ഇദ്ദേഹം കൊല്ലം മുഖത്തല പുന്തലത്താഴം എന്ന സ്ഥലത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് വണ്ടി ഓടിച്ച് ഉപജീവനമാർഗം നയിച്ചിരുന്നത്. അല്പസ്വല്പം രാഷ്ട്രീയവും BMS എന്ന ട്രേഡ് യൂണിയൻ്റെ നേതാവുമൊക്കെ ആയിരുന്നു. ഈ കഴിഞ്ഞ നവംബർ 9-ാം തീയതി രാത്രിയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ ആളുകൾ വിളിച്ച് പറയുമ്പോഴാണ് ഈ വീട്ടം പോലും അറിയുന്നത്, വിക്രമിൻ്റെ ഭാര്യ പോലും അറിയുന്നത്, അദ്ദേഹം അടികൊണ്ട് അവശനായി റോഡിൽ കിടക്കുന്നു. ഒടുവിൽ ഇവർ ചെല്ലുമ്പോൾ ഈ നെറ്റിയിൽ വലിയ മുറിവുകളുമായി കമിഴ്ന്ന് കിടക്കുന്ന വിക്രമനെയാണ് കാണുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യമൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ മുറിവ് പോലെ തന്നെ തലയുടെ പിൻഭാഗത്ത് അടിച്ച ഒരു പാടുണ്ടായിരുന്നു, ക്ഷതമുണ്ടായിരുന്നു, അതിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇതൊരു പക്ഷേ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെന്ന് ഈ കുടുംബം ഉറച്ചു പറയുന്നതും വിശ്വസിക്കുന്നതും. ഇപ്പോൾ ആ സംഭവങ്ങളൊക്കെ മരണത്തിന് ശേഷം ചൂണ്ടിക്കാണിച്ച് പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. വിക്രം ചേട്ടൻ്റെ ഭാര്യയും മകളും നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചിയായിരുന്നു ആശുപത്രിയിൽ കൂടെ നിന്നതൊക്കെ. ഈ മുറിവ് എപ്പോഴെങ്കിലും കണ്ടിരുന്നു? മുറിവ് 3-4 ദിവസം കഴിഞ്ഞാ കാണുന്നത്. രാവിലെ ഡ്രസ് ചെയ്യാൻ പോയപ്പോഴത്തേക്കാ മുറിവ് കാണുന്നത്. ചേട്ടൻ എപ്പോഴെങ്കിലും പറഞ്ഞു തന്നെ ആരെങ്കിലും അടിച്ചതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അങ്ങനെ എന്റെ പുറക്കെ കൂടെ ആരോ വരുന്നെന്ന് എനിക്ക് തോന്നി അടി. പിന്നെ എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. വേറൊന്നും പറഞ്ഞിട്ടില്ല? വേറൊന്നും പറഞ്ഞില്ല. പിന്നെ എപ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം ചേച്ചിക്ക് തോന്നാൻ കാര്യം? സംശയം അവിടെ വെച്ചന്നേരം ഇങ്ങനെ അടിക്കാൻ കാര്യം എന്താ, ആരെങ്കിലും അടിച്ച കാര്യം എന്താന്ന് വെച്ചപ്പോ ഇങ്ങനെ 1-2 പേരെ സംശയം പറഞ്ഞു. ആരൊക്കെ പറഞ്ഞു? അത് കട്ടോള രായൻ എന്നൊക്കെ പറഞ്ഞത് പേര്. അയാൾക്ക് കൊള്ളണ്ട അടി എന്ന് പറഞ്ഞു. കട്ടവള രാജന് കൊള്ളേണ്ട അടിയാണ് ഈ ഇദ്ദേഹത്തിന് കൊണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഈ കട്ടവള രാജന്റെ പിന്നെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കുമല്ലോ ആയിരിക്കും, അല്ലയോ? ഈ കട്ടവള രാജൻ എന്ന് പറഞ്ഞാൽ ഒരു ചട്ടമ്പിയല്ലോ ആണോ? അല്ല, അയാൾ കൂടെ ഓട്ടോ ഓടുന്ന ഒരാളാ. വേറെ എന്തോ പെണ്ണിനെ എന്തോ പറഞ്ഞെന്നും പറഞ്ഞുള്ള പ്രശ്നമാ. അതിന് ആളുമാറി ചേട്ടനെ അടിച്ചതാണ് അങ്ങനെ ആ അണ്ണൻ പറഞ്ഞത്. ആ പ്രശ്നത്തിൽ ചേട്ടൻ എന്തെങ്കിലും ഒത്തുതീർപ്പിനെ കാണാൻ ശ്രമിക്കുവോ? അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒത്തുതീർപ്പിൽ പോകുന്ന ആളാ. ഈ ചേട്ടന്റെ വിക്രം ചേട്ടന്റെ മരണത്തിന് ശേഷം ഈ കട്ടോള രാജൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടും ഇല്ല, വിളിച്ചിട്ടും ഇല്ല, ഒന്നും ഇല്ല. അതൊക്കെ ഒരു സംശയം സാറേ. എല്ലാ ദിവസവും വിളിക്കുക, അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ ഇരുന്ന് സിഗരറ്റൊക്കെ വലിക്കുക അടിക്കുകയൊക്കെ ചെയ്യുന്നവരാ. അതിനുശേഷം വിളിച്ചിട്ടും ഇല്ല. 24 ദിവസം ആശുപത്രി കിടന്നിട്ട് പോലും എന്താ ഏതാന്ന് വിളിച്ചിട്ടും ഇല്ല, തിരക്കിയിട്ടും ഇല്ല. മരിപ്പിലോട്ട് വന്നിട്ടും ഇല്ല, കുളിക്കുമൊന്നും വന്നിട്ടില്ല. അങ്ങാരും വല്ലതും ആണോന്നും അറിയാൻ വയ്യ. ഈ സംശയങ്ങൾ കാണിച്ച് ആർക്ക് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോ അയാൾ വേറെയൊക്കെ പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ചേട്ടനെ കരുതിക്കുട്ടി ആരോ വകവരുത്തിയതാണെന്ന് ചേച്ചി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ വരത്തില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് വീട് നോക്കുന്ന ഒരാളാ. ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കളൊക്കെ കാണുമായിരിക്കും സാറേ. എന്നാലും ഒരു കൊല ചെയ്യപ്പെടേണ്ട ശത്രുത ഉണ്ടാവാനെ കൊണ്ട് അത്ര വലിയ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാറേ. കാണുമായിരിക്കും, ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കാണുമായിരിക്കും. എല്ലാം ചിരിച്ചു കാണിച്ചിട്ട് ചെയ്തതാ. എന്തായാലും ഈ കുടുംബത്തിന്റെ ഒരു അത്താണിയായിരുന്നു ആ ചേട്ടൻ ഇല്ലാതായി. ഒപ്പം നടന്നിരുന്ന കൂട്ടുകാരൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. മരണത്തിന് ശേഷം ഒന്ന് വിളിച്ചു പോലും അന്വേഷിച്ചിട്ടില്ല. ഇല്ല. കരുതിക്കൂട്ടിയാരോ ചെയ്തത്. അത് വരുന്ന സമയവും എല്ലാം അറിഞ്ഞു വെച്ചാരോ ചെയ്തത്. അത് ഞാൻ ചെന്ന് നോക്കുമ്പോ അടികൊണ്ട് കമന്ന് കിടക്കുക. ആരാ ചേച്ചിയുടെ ആദ്യം പറയുന്നത്?
അത് അപ്പുറത്തുള്ള ഒരാള്. അയാളെ വന്ന് പറയുന്നത് അവിടെ ഒരാള് കിടക്കുന്ന ഇവിടെ തണ്ടാനാന്ന് തോന്നുന്നു, ഓട്ടോ ഇവിടെ ഒതുക്കി ഇട്ടേക്കുന്നെന്ന്. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോ അന്നേരം ശരിക്കും ആളൊക്കെ ഉണ്ട്, ആരും തൊടുന്നൊന്നുമില്ല. കമ്മന്ന് കിടക്കുന്നു, മുഖം അറിയാൻ ഭേദ കമ്മന്ന് കിടക്കുന്നു. ഞാനായിട്ട് മലർത്തി കിടത്തിയത്. അന്നേരം ഞാൻ അറിഞ്ഞില്ല ഈ പെടലിയൊക്കെ ഒടിഞ്ഞു കിടക്കുകയാന്ന്. ഈ പോലീസിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു? പറഞ്ഞു. നമ്മളെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആർക്കോ കിട്ടേണ്ട അടിയാണ് അച്ഛന് കിട്ടിയതെന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞത്. അതൊരു പക്ഷേ ആ ആള് മാറി ആരെങ്കിലും അപായപ്പെടുത്തിയതാണെന്ന്, അല്ലെങ്കിൽ അടിച്ചത് കൊണ്ട് ആണ് അച്ഛൻ ഇങ്ങനെ മരണം സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കുന്നു. അപ്പൊ ഈ അമ്മ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹം അതിനുശേഷം ഇവിടെ വരികയോ നിങ്ങളുടെ സുഖവിവരങ്ങൾ തിരക്കുകയോ ചെയ്തിരുന്നു? ഇല്ല, ഇതുവരെ ഇല്ല. എന്റെ അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അത് പോലീസുകാർ കണ്ടുപിടിച്ച് തരണം ഞങ്ങൾക്ക്. ആരാണ് ഇങ്ങനെ ചെയ്തെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ഇപ്പൊ എത്ര ദിവസമായി ഈ മരണം സംഭവിച്ചിട്ട്? 30 ദിവസമായോ? 30 ദിവസമായില്ല, 22 ദിവസമായി. 5-ാം തീയതി ഈ അപകടം സംഭവിക്കുന്നില്ലേ? 9-ാം തീയതി നവംബർ 9 അപകടം സംഭവിക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഈ ഒരുപക്ഷെ ഈ വീട്ടിൽ പിന്നെ കയറാതിരുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം? ഈ പറഞ്ഞ പുള്ളിക്കാരൻ അങ്ങനെ 1-2 പേര് കണക്ക് നമ്മൾ അതിനെക്കുറിച്ച് വിളിച്ച് തിരക്കിയിട്ട് എടുത്തിട്ടൊന്നുമില്ല. അതുവരെ വിളിക്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതിനുശേഷം വിളിച്ചിട്ടില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ച് തിരക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിലായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം അപ്പോഴൊക്കെ നമ്മൾ വിളിച്ച് തിരക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്. ഫോൺ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ ഫോൺ. അപ്പം എല്ലാവരും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് വിളിച്ചിട്ടില്ല. അപ്പോൾ അതാണ് നമുക്ക് അവരോട് സംശയം തോന്നാൻ ഒരു കാരണം. അച്ഛൻ നമുക്ക് BMS-ലും BJP-യിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും ശത്രുക്കളല്ലോ ഉണ്ടോ? അറിഞ്ഞൂടാ. അച്ഛൻ ഭയങ്കര ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് എല്ലാ കാര്യത്തിനും. നിനക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിന്റെ പേരിലൊക്കെ ആർക്കെങ്കിലും വിരോധം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ കേക്ക് അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അച്ഛൻ എല്ലാം ഒന്ന് ചിരിച്ച് ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ആ രീതിയിൽ എടുക്കണമെന്നില്ലല്ലോ. നമുക്ക് അറിഞ്ഞൂടാ, അതിനെ പറ്റി ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞൂടാ. ഈ ഒരു പേര് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് അതിനെ പറ്റി അറിയത്തുള്ളൂ. ഈ ഒരു കുടുംബം അനാഥമായി അല്ലെങ്കിൽ പെരുവഴിയിലായി എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഈ വീടിന്റെ ഒരവസ്ഥ. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതും ഏത് സമയവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ളൊരു വാടക വീട്. ഇവിടെ ഇപ്പോ വിക്രം ചേട്ടന്റെ ഭാര്യയും മക്കളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. വീടിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ വാഹനവും കിടപ്പുണ്ട്. ഒരുപക്ഷെ ആ വിക്രം ചേട്ടന്റെ ആ ഓർമ്മകളിൽ അവർക്ക് രാവിലെ കണ്ണു തുറന്ന് കാണുന്നത് ആ വാഹനമാണ്. ഈ മരണത്തില് ഇതൊരു സ്വാഭാവിക മരണമല്ല, ഇതൊരു അപകട മരണമാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴാ തോന്നുന്നത്? അപകടമല്ല, ഇത് കൊലപാതകമാണ്. ആരോ പാത്തിരുന്ന് അദ്ദേഹത്തിന്റെ ബാക്കിൽ അവിടെ ഒരു കാട് സ്ഥലമാണ്. ആ സ്ഥലത്ത് ബാക്കിരുന്ന് ഈ ശിശുവിനെയും മെഡിക്കൽ ബ്ലാങ്കറ്റോടെ വരുന്ന ആ ഭാഗത്ത് അടി കൊണ്ട് ആള് വീണത്. അല്ലാതെ ഒരിക്കലും മരിക്കാൻ ചാൻസ് ഇല്ല. കാര്യം ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചു എന്തിന്റെ മേളിൽ നിന്ന് ആള് വീണേന്നാണ്. എന്തോത്തിന്റെ മേളിൽ കയറിയിട്ട് ആള് വീണേന്നാണ്. അങ്ങനെ മേളിൽ കയറാൻ ചാൻസ് ഇല്ല. ആള് ഇവിടെ വന്ന് ആട്ടോ ഒതുക്കിയിട്ട് അവിടെ വന്ന് നിന്നേ ചെയ്തു. ഇന്നിപ്പോൾ ഇദ്ദേഹത്തിന് അറിയാവുന്ന കൊലപാതകമാണെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാന്ന് പറഞ്ഞാൽ ഒന്ന് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചോദിച്ചത്. 2 മെഡിക്കൽ കോളേജിൽ അന്ന് പോയപ്പോൾ ഈ അടികൊണ്ട മുറിവ് കണ്ടില്ല. ഫ്രണ്ടിലത്തെ 2 മുറിവേ കണ്ടോളായിരുന്നു. അപ്പൊ ഇത് വിചാരിച്ച് ഇതെന്തോ ഇങ്ങനെ ഉണ്ടാകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിത് മാത്രമേ കാണുന്നുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ മുറിവ് കാണുന്നതും അവരിത് മരുന്ന് വയ്ക്കുന്നത്. പക്ഷെ അവരത് ചിന്തിക്കേണ്ട കാര്യമില്ല എങ്ങനെ പറ്റിയെന്ന്. ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് കൊലപാതകം തന്നെ. അത് മാത്രല്ല ഈ റൗണ്ടിന് ചതഞ്ഞ പാട് കിടക്കുക. അത് പോലീസ് ഇവിടുന്ന് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് ആള് എന്ന് പരിശോധിച്ചപ്പെടുന്ന ഈ മുറിവാണെന്നില്ല. കാര്യം കഴുത്തിൽ ബെൽറ്റിങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് അനക്കാൻ പറ്റത്തില്ല, മുടിയും കിടക്കുകയല്ലേ. ഈ മുറിവായിരുന്നെങ്കിൽ ബ്ലഡ് കണ്ടാണ്, ചതഞ്ഞതുകൊണ്ട് ബ്ലഡ് ഇല്ല, ചതവ. അന്നേരം ഈ ആളിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആള് എന്ന് അവിടുന്ന് പരിശോധിച്ചതിന് ശേഷം വന്നതിന് ശേഷം 3-4 ദിവസം പെങ്ങളെ വിളിച്ചു പറയുമ്പോഴാണ് ബാക്കിലത്തെ മുറിവ് അറിയുന്നത്. കാര്യം ബാക്കിൽ ഇങ്ങനെ ആളിനെ ചരിച്ചെടുത്തിട്ട് പുറം തുടച്ചപ്പോഴത്തേക്ക് ഇവിടുന്ന് വെള്ളം എടുക്കുന്നു. അങ്ങനെ മുടി ചതഞ്ഞ് നോക്കിയപ്പോഴും അവിടെ പാട് കിടക്കുന്നത്. അതുവരെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വീണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വീണ ഇത്രയും വലിയ മുറിവ് വരത്തില്ല, പടലി എങ്ങനെ ഒടിയും. അങ്ങനെ കറക്റ്റ് നോക്കിയാൽ ഒരു വട്ടത്തിൽ കിടക്കുക. അത് മുടി ഇവിടെ വെട്ടി എല്ലാം നോക്കിയതിന് ശേഷവും കറക്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് കൊണ്ട് വ്യക്തമായിട്ട് വെള്ള തുണിക്കകത്ത് എടുത്ത് ചെയ്യുമ്പോൾ മൊത്തം ബ്ലഡാ തുണിക്കകത്ത്. അന്നേരം ഞാൻ എൻക്വയറി ചെയ്ത പോലീസിൻ്റെ അടുത്ത് പറയും, സാറേ കണ്ട സാറേ ഇത് കറക്റ്റ് വീണ എങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ സംഭവിക്കും, ഇത്രയും വലിയ പാടങ്ങനെയാണ്, ചതവ.
അത് വലിയ മുറിവായിരുന്നെങ്കിൽ കറക്റ്റ് കണ്ടല്ലോ. പോലീസായിട്ട് തീർത്ത് പറഞ്ഞു ഞാൻ, ഇത് അടിച്ചായിരിക്കും ആരെങ്കിലും. ഇത് ആരാന്ന് നമുക്കറിയത്തില്ല. ശത്രുക്കൾ കാണും, ഉറപ്പാ. അത് നമുക്ക് അറിയാൻ പറ്റില്ല. ചില ശത്രുക്കൾ ചില ആളുകൾ നൂണ്ടി വിട്ടുകൊടുത്ത് ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ ഇത് ശത്രു ഇല്ലെന്നും പറയുന്ന അടിച്ചിരുന്നിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വീഴ്ച ഇങ്ങനെ സംഭവിക്കത്തില്ല. നമുക്കതിന്റെ സത്യാവസ്ഥ എന്തോന്ന് അറിയണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ട് പോലീസ് എന്താ പറയുക? പോലീസ് ഇപ്പൊ അവസാനം ഈ ബാക്കിലത്തെ മുറിവ് കണ്ടില്ലല്ലോ. ഉം. അന്നേരം അവര് പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനെ വീണായിരിക്കും, ചിലപ്പോ അവിടെ കുറ്റി ഇപ്പൊ അതിനകത്ത് വീണിട്ട് വീണായിരിക്കും. ഇവിടെ രണ്ടു നേരത്തെ നമ്മൾ ചോദിച്ച പറഞ്ഞ അപ്പുറത്തെ കുറ്റിക്കകത്ത് വീണിട്ട് ആളിപ്പുറം സൈഡിലാണ് കിടക്കുന്നത്. അപ്പുറത്തെ കുറ്റിക്കകത്ത് വീണ് പെടലി ഒടിഞ്ഞെങ്കിൽ കറക്റ്റ് ആ കുഴി കിടക്കും ആള്, പിന്നെ പൊങ്ങത്തില്ല. കാര്യം എടുക്കുന്ന സമയത്ത് ആളിനെ ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് കാലും കൈയൊന്നും അനക്കമില്ല, ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ. സംസാരിക്കുമായിരുന്നു അന്നേരം ചെറുതായിട്ട് സംസാരിക്കും. ആരെങ്കിലും ഇങ്ങനെ അല്ല, അന്നേരം ഒന്നും നല്ലോണം പറയാനുള്ള ഓർമ്മയില്ല. അന്നേരം പറയുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ വീണ് എന്ന് അറിയാം. പിന്നെ കേസ് കൊടുത്തെന്നൊക്കെ പറഞ്ഞപ്പോഴാ പറയുന്നത് രണ്ടു പേര് പുറക്കെ കൂടെ വരുന്ന കണ്ടായിരുന്നു. അടി ബാക്കിൽ കൊണ്ട് കമന്നടിച്ച് വീണ, അടി ബാക്കിൽ കൊണ്ടുകൊണ്ട് കമന്നടിച്ച് വീണുമ്പോ ഇത്രയും വലിയ മുറിവ് 4-5 തയ്യലുണ്ട്. അന്നേരം അല്ലെങ്കിൽ ഒരാള് സാധാരണ വീണ അങ്ങനെ ഇത്രയും മുറിവ് വരുന്നില്ല. അല്ലെങ്കിൽ തെറ്റി മുറിന്ന് വെച്ചു ബാക്കിൽ ചതം അങ്ങനെ വരും, പെടലി അങ്ങനെ പിടിക്കും. ഇതൊക്കെ ഒരു സംശയത്തിന്റെ ഒരു കാര്യമാണ്. ആ സംഭവം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വിക്രം ചേട്ടന്റെ ഓട്ടോ ഏതാണ്ട് ഓട്ടോറിക്ഷ ഏതാണ്ട് ഈ ഭാഗത്താണ് സ്ഥിരമായി ഒതുക്കി ഇടുന്നതും അതിനുശേഷം ഇവിടെ നിന്ന് സ്ഥിരമായി പുകവലിക്കുന്ന ശീലമുണ്ട്. പക്ഷേ ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാരൊക്കെ വരുമ്പോൾ അദ്ദേഹം ഈ ഭാഗത്ത് അബോധാവസ്ഥയിൽ ഇവിടെ കമഴ്ന്ന് കിടക്കുന്നതാണ് കാണുന്നത്. ശരിക്കും ഏത് ഭാഗത്താണ് ചേട്ടാ കിടന്നത്? ഈ ഭാഗത്താണ്. ഇവിടെ ഇങ്ങനെയല്ലേ? ഇവിടെ കമഴ്ന്ന് ഇവിടെ കമഴ്ന്ന് നടന്നത്. ഈ വൈഫാണ് ആൾക്കാരെല്ലാം ചുറ്റി നിൽക്കുന്നത്, ആരും എടുക്കുന്നില്ല. ഈ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ വൈഫാ വന്ന ആളാന്ന് ആരെ അറിയാൻ വേണ്ടി തിരിച്ചു കിടത്തുന്നത്, അന്നേരം അറിയുന്നത്. ഇപ്പൊ മുന്നേ മോനെ വിളിച്ച് മോനും കൂട്ടുകാരെല്ലാം അവിടെ വന്ന് ആ വണ്ടിക്കകത്ത് തന്നെ കയറ്റി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പൊ ഈ നെറ്റിയുടെ ഇവിടാണ് മുറിവ്. ഇങ്ങനല്ലേ വീണത്, അടി ഇവിടെ അല്ലയോ കൊണ്ടത്. ഇവിടെയും ഉണ്ട്, ഇവിടെയും ചെറുതായിട്ടൊരു മുറിവ്. നമ്മളിപ്പം ഇതിനകത്ത് പോലീസ് പറയാനാണെങ്കിൽ ഇതിനകത്ത് തലയിടിച്ച് വീണെന്ന് വെച്ചു, ചതഞ്ഞ് തലയിടിച്ച് ഇങ്ങനെ വീണ ഒരഞ്ഞൊരിഞ്ഞേ പോത്തോളൂ. ഒരവന്റെ പാട് കാണും. ഇത് ഒരവന്റെ പാട് കാണും. ഇത് ഇവിടെ നിന്ന് വീണിട്ട് തലയടിച്ച് വീണ കമന്ന് തിരിച്ചു വീണ ഇത്രയും വലിയ മുറിവ് നെറ്റിയിൽ വരത്തില്ല. അതൊക്കെ സംശയത്തിന്റെ കാരണോ. പിന്നെ ഈ സ്ഥലം മൊത്തം കാട് പിടിച്ച് കിടന്നത്, ഒരാൾ പൊക്കത്തിൽ കാട് പിടിച്ച് കിടന്നത് ഈ ഭാഗം സ്ഥിരമായിട്ട് ഇവിടെ തന്നെ വണ്ടി ഇടുന്നത്. ഈ വീട് അതല്ലേ. 7-10 ആള് വന്ന് വീട്ടിൽ വന്ന് ഒരാൾക്ക് അരിയും സാധനങ്ങളെല്ലാം മോള് പ്രസവിച്ച് കിടക്കുക. അരിയും സാധനങ്ങളും കൊടുത്തിട്ട് ആ സ്റ്റാൻഡിലോട്ട് പോയി 8-10 ഇതിലും അതിലും വെട്ടമില്ല. ആ സമയത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇതിലൊന്നും വെട്ടമില്ല. ഈ ഒരു കാരണം വെച്ച് നമ്മൾ ഇത്രയും വലിയ എന്തിരിക്കുമ്പോ ഇങ്ങനെ വേണം ആർക്കും സംശയം ഉണ്ടാകാത്ത ആർക്കും ഉണ്ടാകത്തത്. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഇദ്ദേഹം സ്ഥിരമായി ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്യുകയും അതിനുശേഷം സിഗരറ്റ് വലിക്കുകയും ചെയ്യുമെന്ന് കൃത്യമായും അറിയാവുന്ന ആളുകൾ ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഫോളോ ചെയ്തിരിക്കണം. ഈ ഭാഗത്ത് വലിയ CCTV ക്യാമറകളുള്ള വീടുകളും ഇല്ല. അല്ലെങ്കിൽ വേറെ എവിടെ വെച്ച് സംഭവിക്കാം. ഇവിടെ വെച്ച് സംഭവിക്കേണ്ട കാര്യം നമ്മള് മൊത്തത്തിൽ ആലോചിച്ച് നോക്കി. ഇവിടുന്ന് പറഞ്ഞ കണക്കൊന്ന് വീണാലൊന്നും ഇത്രയും ഒന്നും വരത്തില്ല. പെടലിക്ക് സംഭവിക്കും. പെടലിക്ക് നെറ്റിക്ക് എങ്ങനെ വരും? ഇവിടുത്തെ കവന്ന് വീണാൽ ഇത്രയും വലിയ മുറിവ് വരത്തില്ല. 3-4 തയ്യലുണ്ടായിരുന്നു നെറ്റിയിൽ. ഇതൊക്കെയാണ് ഈ വിക്രമൻ ചേട്ടന്റെ ആ മരണം അത് കൊലപാതകമാണെന്ന് ഈ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉറപ്പിച്ചു പറയുന്നത്. കാരണം നെറ്റിക്കുണ്ടായ ഒരു മുറിവിലല്ല മുറിവല്ല മരണകാരണം, ആ തലയുടെ പിൻഭാഗത്തുണ്ടായ അടിയുടെ ക്ഷതമാണ് ആ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇവരൊക്കെ ഉറപ്പിച്ചു പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പാവങ്ങൾ. ഇവർക്ക് സംശയമുള്ള ആളുകളുടെ ഒക്കെ ലിസ്റ്റും അവരുടെയൊക്കെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് നീതി ലഭിക്കാതെ അല്ലെങ്കിൽ ഈ കേസ് സമഗ്രമായ ഒരു അന്വേഷണം പോലും നടത്താതെ സാധാരണ ഒരു മരണമായി ഇതിനെ എഴുതിത്തള്ളാൻ പോലീസ് ശ്രമിക്കുകയാണോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിച്ചു പോവുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു പോലീസ് അന്വേഷണം ആവശ്യമാണ്. ഇതിന്റെ ഉള്ളിൽ ഇതൊരു കൊലപാതകമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇതൊരു കൊലപാതകമാണ്, തലയ്ക്ക് ഉണ്ടായ അടിയുടെ ആഘാതമാണ് മരണകാരണമെങ്കിൽ ആ കൊലയാളിയെ കണ്ടെത്തുക തന്നെ വേണം. പിന്നെ ഈ അമ്മ പറഞ്ഞ പോലെ, വിക്രം ചേട്ടന്റെ ഭാര്യ പറഞ്ഞതുപോലെ, ഈ മരണത്തിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകളെ അവർ സംശയിക്കുന്നെങ്കിൽ അതാരുടെ കുറ്റമല്ല, സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ അവരെ ചിന്തിപ്പിക്കുക തന്നെ ചെയ്യുകയാണ്.
എന്തായാലും ഈ പ്രശ്നത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ഇവർ ഇനി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് ഇതിന്റെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഈ അപകട സ്ഥലത്തു നിന്നും ക്യാമറമാൻ നിസാം കുർത്തുപ്പിക്കൊപ്പം ജയചന്ദ്രൻ, മാസ്റ്റർ ന്യൂസ് കേരള.